നിങ്ങൾ നാട്ടുകാരാണ്? നാട്ടുകാരാണ് അല്ല അല്ല കേട്ടത് ഇതുവരെ പരിചയമില്ലാത്തൊരു എവിടുന്നാ വരുന്നത്? സുഹൃത്ത് കാക്കൂർ എന്നാണ് വരുന്നത്. പരിചയമൊന്നുമില്ല. ഇപ്പോൾ ഇതുവരെ കിട്ടിയില്ല എന്നുള്ളൊരു ഇതിൽ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഇങ്ങനെ കാണാൻ തോന്നി. അങ്ങനെ അവിടുന്ന് വന്നാണ്. വീട്ടുകാർ ഇന്ന് കണ്ട് എല്ലാവരും ഇന്ന് കണ്ട് ബന്ധുക്കളൊക്കെ കണ്ട് അങ്ങനെ തീരെ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു. എല്ലാവരും വന്നുകൊണ്ട് ഒരുപാട് ആൾ ഇനി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കാണാതെ നമ്മുടെ സഹോദരനെ പോലെ ഏറ്റവും വലിയൊരു ദുരന്തത്തിൽ നമ്മൾ ആ ദുഃഖം നമ്മളും അനുഭവിക്കുന്നു. പരിചയവും കാണുകയും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അർജുൻ അതെ സഹോദരനായിട്ട് നമ്മൾ കാണാണ്. ഇത് നല്ലൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് ആളുകൾക്ക് ബന്ധമോ പരിചയമോ അർജുനെക്കുറിച്ചുള്ള അറിവോ ഒന്നുമില്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുൻകാല അനുഭവം ഒന്നുമില്ല, അർജുനുമായി ബന്ധമില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളാണ് ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഒരു മകൻ, ഒരു സുഹൃത്ത്, അങ്ങനെയൊക്കെ ആയി അർജുൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും, ഈ വീട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുഭവം, സാഹചര്യം. അങ്ങനെ ഉള്ള അത്തരം ബന്ധങ്ങളുള്ള ആളുകൾ ആണ് മാനസികമായി അർജുനുമായി ഐക്യപ്പെട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീട്ടിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ, അധികം വൈകാതെ തന്നെ അർജുൻ്റെ മൃതദേഹം ഇവിടേക്കെത്തും. കുടുംബം നമുക്കറിയാം ഏറെ വിങ്ങലോടുകൂടി കാത്തിരുന്ന 2 മാസക്കാലം ആണ് അർജുൻ എവിടെയെന്ന ചോദ്യം. നമുക്കറിയാം ജൂലൈ 16-ന് അർജുൻ കാണാതായതിന് ശേഷം അർജുൻ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നൊരു വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ പക്ഷേ ഒരു 2, 3, 4 ദിവസം ആ വലിയ പ്രതീക്ഷയിൽ കുടുംബം കഴിഞ്ഞു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുടുംബം ആ സമയത്ത് തന്നെ പറഞ്ഞു, നമുക്ക് എന്ത് വാർത്തകൾ കേൾക്കാനും ഞങ്ങൾ മാനസികമായി തയ്യാറായി കഴിഞ്ഞു, ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ അർജുൻ എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം എന്നുള്ളതായിരുന്നു അവർ ആ സമയത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ മനോധൈര്യം ആ ഘട്ടത്തിൽ തന്നെ കുടുംബം പ്രകടിപ്പിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അസാമാന്യമായൊരു മനോധൈര്യം അവർ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഒരു പ്രിയപ്പെട്ട മകൻ, സഹോദരൻ, ഭർത്താവ്, അച്ഛൻ, ഒരു ചെറിയ മകൻ ഉൾപ്പെടെയുള്ളവർ, അവരൊക്കെ ഉള്ള ഒരു വീട്, ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു. അർജുൻ കാണാതായിട്ടും അർജുൻ അങ്ങനെ നഷ്ടമായിട്ടും ആ രീതിയിൽ ഒരു സമചിത്തത നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് പെരുമാറുന്നത് കാണുമായിരുന്നു. മനോധൈര്യം എടുത്ത് ഇപ്പോൾ അങ്ങനെ നമ്മൾ മനസ്ഥൈര്യം നഷ്ടപ്പെട്ട് കഴിയുകയല്ല വേണ്ടത്. മനോധൈര്യം ഉറപ്പിച്ച് അർജുൻ എവിടെയെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. നിശ്ചയദാർഢ്യത്തോടു കൂടി ആ കുടുംബം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരന് വേണ്ടി കുടുംബം മാധ്യമങ്ങളെ കണ്ടു, പോലീസിനെ, അധികാരികളെ കണ്ടു. അങ്ങനെയാണ് ഈ പുറം ലോകത്തേക്ക് ഈ വിവരങ്ങൾ എത്തുന്നത്. അവരുടെ അന്നത്തെ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് ആ വിവരം ശരിക്കും കൃത്യമായി പുറം ലോകം അറിഞ്ഞത്. കാരണം നമ്മൾ ചർച്ച ചെയ്തതാണ്, കർണാടകയിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നു, നിരവധി ആളുകൾ, വാഹനങ്ങളും ആളുകളുമൊക്കെ അതിനുള്ളിൽ കുടുങ്ങുന്നു. അതിലൊരു മലയാളി, ആരും അറിയാത്ത, ശ്രദ്ധിക്കാത്തൊരു മലയാളി ഡ്രൈവർ എന്നുള്ള ഒരു പരിഗണന, അല്ലെങ്കിൽ ആ തരത്തിൽ അത് ആ ഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ കുടുംബം അന്ന് എടുത്ത ഒരു നിലപാട്, ഉറച്ച നിലപാട്, അർജുൻ എവിടെയെന്ന് കണ്ടെത്തണം എന്നുള്ളൊരു നിലപാട്, ആ നിലപാടിലൂടെ ആ കുടുംബം നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ ഉത്തരമാണ് ഒരു 2-3 ദിവസത്തിനകം തന്നെ വലിയ ഒരു ചർച്ചയിൽ, അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയിലേക്കും അധികാരികളുടെയും സംവിധാനങ്ങളുമൊക്കെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു വളരെ നിർണായകമായ ഒരു കാൽവെപ്പായിരുന്നു അത്. അതിനുശേഷമാണ് ഉണർന്ന് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ കേരളത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അതിനുശേഷം പിന്നീട് ശ്രമിച്ചത് കർണാടക ഗവൺമെൻറ്റിനെയും സംവിധാനങ്ങളെയും ഉണർത്താൻ വേണ്ടിയായിരുന്നു. അത് പിന്നീട് വലിയ അന്വേഷണത്തിലേക്ക്, അർജുന് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് പോയി. പക്ഷേ ദീർഘമായ കാത്തിരിപ്പ്, 2 മാസത്തിനധികം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു അതിനുത്തരം കിട്ടാൻ എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസങ്ങൾ കിട്ടി. അർജുനെ നമ്മൾ അപ്രതീക്ഷിതമാണ്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള അർജുൻ്റെ ശേഷിപ്പുകൾ നമുക്ക് കിട്ടി. അവൻ്റെ കൂടെയുണ്ടായിരുന്ന, അവൻ്റെ ഏറ്റവും അന്ത്യ സമയത്ത് കൂടെയുണ്ടായിരുന്ന വസ്ത്രവും, മകന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന കളിപ്പാട്ടവും, അദ്ദേഹം ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങളും, അദ്ദേഹം അങ്ങനെ അർജുൻ്റേതായി ഉണ്ടായിരുന്ന എല്ലാം പിന്നീട് നമുക്ക് അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. ശരിയാണ് ഷഹീദ്. അർജുൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാം അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്.